സോ ഗൈസ് ഫൈനലി ഹാംസ്റ്റർ കോമ്പാക്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വൈറ്റ് പേപ്പർ റിവീൽ ചെയ്തിട്ടുണ്ട്. സോ അതിൽ എന്തൊക്കെയാണ് വൈറ്റൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഫസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് ഇവർ നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു PDF ആണ്, 11 പേജ് വരുന്ന ഒരു PDF ആണ് ഇവർ തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രോ ആണ്, ലൈക്ക് അവരുടെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ. അതായത് ലാർജസ്റ്റ് ടെലിഗ്രാം ചാനൽ എവർ, 52 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് അവരുടെ ചാനലിലുള്ളത്. ലൈക്ക് പിന്നെ ഇവരുടെ യൂട്യൂബ് ചാനലിൽ 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് 6 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ 10 മില്യൺ പ്ലേയേഴ്സ് ആണ് 2 മാസം കൊണ്ട് അവർക്ക് കിട്ടിയത്. ദെൻ ലാർജസ്റ്റ് ക്രിപ്റ്റോ ഗെയിം എവർ, ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം. സോ നെക്സ്റ്റ് മൊബൈൽ ഗെയിംസ് ആൻഡ് ക്രിപ്റ്റോ ലാൻഡ്സ്കേപ്പ്. ഇതിന്റെ പാരഗ്രാഫിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. അതായത് മൊബൈൽ PC ഗെയിമേഴ്സ് ആയിട്ട് 1.6 ബില്യൺ പീപ്പിൾ, ഡിഫറെന്റ് നാഷണാലിറ്റി, ഡിഫറെന്റ് ഏജ്, ഡിഫറെന്റ് കാറ്റഗറി, അങ്ങനെ വരുന്ന 1.6 ബില്യൺ പീപ്പിളിൽ നിന്ന് 300 ബില്യൺ ആണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് പെർ ഇയർ. അപ്പൊ ഇവർ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. അതിൽ 72% ആണ് എന്ത് മൊബൈൽ ഗെയിമിംഗ് തന്നെ വരുന്നത്. ഈ 300 ബില്യൺ റവന്യൂവിൽ നിന്ന് 72% വരുന്നത് മൊബൈൽ ഗെയിമിങ്ങിലൂടെയാണ്. അവരുടെ പ്രൊജക്ഷൻ പറയുകയാണ് നെക്സ്റ്റ് 2028 ആകുമ്പോഴത്തേന് ഈ 1.6 ബില്യൺ എന്നുള്ളത് 1.9 ബില്യൺ യൂസേഴ്സ് ആയിട്ട് മാറും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. സോ നെക്സ്റ്റ് ഇതിലേക്ക് ഇതാണ് ബേസിക് ആയിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ അവർ എന്തുകൊണ്ടാണ് ഇതിനുള്ള കിക്ക് സ്റ്റാർട്ട്, ഇവർക്ക് പെട്ടെന്ന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടി, ഈ ബ്രീഫ് ഇൻട്രോ അതിനകത്ത് കുറേ 200 ബില്യൺ യൂസേഴ്സിന്റെ കഥ പറഞ്ഞിട്ടില്ലേ, അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിനകത്തൊരു കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് പ്ലേസ്. ഞാൻ ജസ്റ്റ് അതെന്താണെന്ന് പറയാണ്. എന്താണ് ഡീസെൻട്രലൈസ്ഡ് അല്ലെ സെൻട്രലൈസ്ഡ്? നിങ്ങൾ ഒരുപാട് പേര് കേട്ടിരിക്കുന്ന കാര്യമാണ് ഡീസെൻട്രലൈസ്, സെൻട്രലൈസ്ഡ്. സോ ഫസ്റ്റ്ലി സെൻട്രലൈസ് എന്ന് പറയുമ്പോഴത്തേനും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 100 രൂപയുടെ നോട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉദാഹരണം എടുക്കാം 2000 രൂപയുടെ നോട്ട് മോദിജി ഒരു രാത്രി കൊണ്ട് വൈറ്റ് പേപ്പർ ആക്കി അല്ലെങ്കിൽ വെള്ള പേപ്പർ ആക്കി മാറ്റി, അത് വാല്യൂ ഇല്ലാണ്ടാക്കി. ഈ ഒരു കേസ് ക്രിപ്റ്റോ കറൻസി വേൾഡിൽ നടക്കത്തില്ല. അതിൻ്റെ വാല്യൂ ഒരിക്കലും 0 ആയി പോകത്തില്ല. ദാറ്റ് ഈസ് സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ്. അതായത് ഒരു അതോറിറ്റി ഉണ്ടാകത്തില്ല, ഒരാളല്ല അല്ലെങ്കിൽ ഒരു മെയിൻ ഒരു കൺട്രിക്ക് അതിൻ്റെ വാല്യൂ ആയിട്ട് കുറയ്ക്കാൻ പറ്റത്തില്ല. ഗ്ലോബലി ഉള്ള ഒരു കോയിൻ ആയിരിക്കും ക്രിപ്റ്റോ കോയിൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു, സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും. സോ നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ഇവരിത് പറയുന്നുണ്ട്, ടെലിഗ്രാം എന്തുകൊണ്ട് ചൂസ് ചെയ്തു. ഒരുപാട് പേര് ചോദിച്ചു വൈ ടെലിഗ്രാം, അവർക്ക് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ ഇറക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു ആൻസർ ഇത്രേ ഉള്ളൂ, 950 മില്യൺ യൂസേഴ്സ് ഫോർ ടെലിഗ്രാം. സിമ്പിൾ. അവർ പറഞ്ഞേക്കാണ് 950 മില്യൺ യൂസേഴ്സ് ആണ് ടെലിഗ്രാമിലുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് എടുത്ത്. അതുകൂടാണ്ട് ഒരുപാട് ഫീച്ചേഴ്സും ടെലിഗ്രാമിൻ്റെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ബോട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്, പിന്നെ ഇൻറ്റഗ്രേറ്റഡ് പേയ്മെന്റ് ഉണ്ട്, ടോൺ വാളറ്റ് ഉണ്ട്. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് നിങ്ങൾ കുറച്ച് ക്ലിയർ ആയിട്ട് കേൾക്കണം. ഫസ്റ്റ് വൺ, ദ ആക്ഷൻസ് ദാറ്റ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് വെൻ പ്ലേയിങ് ദ ഗെയിം, ദ ഫസ്റ്റ് എയർ ഡ്രോപ്പ് വിൽ ഡിപ്പെൻഡ് ഓൺ. അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 2 എയർ ഡ്രോപ്പ് വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് എയർ ഡ്രോപ്പ്, അതായത് ഇപ്പോൾ വരാൻ പോകുന്ന എയർ ഡ്രോപ്പ് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഓവറോൾ ഗെയിം സൈക്കിൾ. അവർ ചോദിക്കുകയാണ് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടേക്കാണോ അതോ നിങ്ങൾ ആക്റ്റീവ് പ്ലെയർ ആണോ. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് യു ഷുഡ് ബി ആൻ ആക്റ്റീവ് പ്ലെയർ. സെക്കൻഡ്, കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻ ആൻഡ് ആക്ടിവിറ്റി. അതായത് ഡെയിലി കോംബോ, ഇതിനകത്തുള്ള ഡെയിലി ആക്ടിവിറ്റീസിലും കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻ, അതായത് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻ മീൻസ് അവരുടെ യൂട്യൂബ് ചാനലൊക്കെ ജസ്റ്റ് അവരുടെ വീഡിയോസൊക്കെ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഫ്രണ്ട്സ് ഓർ റാദർ ദ ക്വാളിറ്റി ഓഫ് ദ ഫ്രണ്ട്സ് യു ഇൻവൈറ്റഡ്. അതായത് നമുക്ക് റെഫറൽസ് ആവശ്യമുണ്ട്. നമുക്ക് ചില കാർഡ്സ് നമുക്ക് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മൈനിങ് കാർഡ്സ് അൺലോക്ക് ചെയ്യണമെന്ന് റെഫറൽസ് ആവശ്യമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഡിഡ് യു ബ്രിങ് ഇൻ ബോട്ട്സ് ഓർ ആർ ദീസ് റിയൽ ഫ്രണ്ട്സ് യു ഇൻട്രാക്ട് ആൻഡ് പ്ലേ വിത്ത് ഡെയിലി. അതായത് എയർ ഡ്രോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു ഫാക്ടർ ഇവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബോട്ട് അക്കൗണ്ട്സ് ആണ് നമ്മൾ റെഫർ ചെയ്തിരിക്കുന്നത്, ഓർ എൽസ് അവർ ആക്റ്റീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണോ എന്നുള്ള കാര്യമാണ് ഇവിടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. അതായത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബോട്ട് അക്കൗണ്ട് ആണോ, നമ്മൾ റെഫർ ചെയ്തിരിക്കുന്ന ഒരു ആക്റ്റീവായിട്ട് പ്ലേ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഇതിൽ അവർ പോയിന്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അച്ചീവ്മെന്റ്സ്, അതായത് നമ്മുടെ ലെവൽസ് എത്ര, ഗ്രാൻഡ് മാസ്റ്റർ, ലോഡ്, അങ്ങനത്തെ ഒരുപാട് ലെവൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് ഏത് ലെവലിലാണ് അച്ചീവ്മെന്റ് എന്ന് വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കാം. നമ്മുടെ പ്രോഫിറ്റ് പെർ അവർ, ദെൻ നമ്പർ ഓഫ് മൈനിങ് കാർഡ്സ് അൺലോക്ഡ്, ഇങ്ങനെ നമ്പർ ഓഫ് കീസ് നമ്മുടെ കയ്യിൽ എത്രമാത്രം ഉണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ ഒരാളുടെ അച്ചീവ്മെന്റ്. ഈ ഒരു ഗെയിമിലുള്ള അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് വരാൻ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ, ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ് നമ്മുടെ ബേസിക്. സോ നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്
ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം സ്കിൻസിനെ കുറിച്ച് കുറേ പേർക്കുള്ള ഡൗട്ടാണ്. സ്കിൻസ് ആൻഡ് പേഴ്സണലൈസേഷൻ. സ്കിൻ എന്ന് പറയുന്നത് ആൻഡ് ഫോർ യുവർ എന്റർടൈൻമെന്റ് ഒള്ളി എന്ന് അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചേഞ്ചിങ് ലുക്സ്, ഹെയർ സ്റ്റൈൽ, ക്ലോത്ത്സ് ആൻഡ് ഷൂസ് എക്സെട്ര. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം ഇതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. Personalization means that you will have the opportunity to make character look the way you want, from appearance to a particular nationality and gender, style and character. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം എന്നുള്ള കാര്യം മാത്രമേ പറയുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വരുന്നത് ഹാംസ്റ്റർ ടോക്കൺ ആൻഡ് ഫൗണ്ടേഷൻ. ഇപ്പോൾ ഇതിൽ ഒരു 5 പോയിന്റ്സ് ആണ്. 5 പോയിന്റിലെ ലാസ്റ്റ് പോയിന്റിലേക്കാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഹാംസ്റ്റർ കോമ്പാക്ട് ഈസ് എ പ്രോഫിറ്റബിൾ ബിസിനസ്. ദർ ഈസ് നോ നീഡ് ടു സെൽ ടീം ടോക്കൺ അലോക്കേഷൻസ് ടു പേ ബിൽസ് ആസ് ആൻ ആവറേജ് പ്രൊജക്ട് ഡസ്. അതായത് ഒരു നോർമലായിട്ട് വരുന്ന ടെലിഗ്രാം പ്രൊജക്ട്സ് ഒരുപാടുണ്ട്, നമുക്ക് ഒരുപാട് പ്രൊജക്ട്സ് അറിയാം. അവരൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത പോലെ ആയിരിക്കത്തില്ല ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഒരു ആവറേജ് നമ്മുടെ ഒരു പേ ബിൽസ്, അതായത് അങ്ങനത്തെ ബില്ല് പേ ചെയ്യുന്ന പോലത്തെ ഒരു എയർ ഡ്രോപ്പ് ആയിരിക്കത്തില്ല നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇവരിതിൽ മെൻഷൻ ചെയ്യുന്നത്. സോ വി ക്യാൻ എക്സ്പെക്ട് സംതിങ് മോർ ഫ്രം ദിസ് പ്രൊജക്ട്. സോ നെക്സ്റ്റ് ഇതിനകത്ത് പറയുന്നത് ഞാൻ വേറെ ടോക്കണോമിക്സിലേക്കാണ് പോകുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. സോ അപ്പോൾ അതിൽ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യംസ് ഉണ്ടെങ്കിൽ ലാർജസ്റ്റ് എയർ ഡ്രോപ്പ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്രിപ്റ്റോ. അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യമാണ് ലാർജസ്റ്റ് എയർ ഡ്രോപ്പ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്രിപ്റ്റോ. അത് ഇപ്പോൾ ഇത്രയും നാൾ വന്നതിൽ ഏറ്റവും വലിയ എയർ ഡ്രോപ്പ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു പറയാൻ കാരണം താഴെ കൊടുത്തിട്ടുണ്ട്. ആസ് പെർ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് 10 ബില്യൺ ആണ് ഇവരുടെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്. ഇവർ പറയാണ് 60% ഓഫ് ദ എയർ ഡ്രോപ്സ് വോളിയം വിൽ ബി ഡെഡിക്കേറ്റഡ് ടു ദ പ്ലേയേഴ്സ്. 60%, അതായത് 10 ബില്യൻ്റെ 60% എന്ന് പറയുന്നത് 6 ബില്യൺ. 6 ബില്യൺ ആണ് ഇതിനകത്ത് എയർ ഡ്രോപ്പ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതായത് 300 മില്യൺ അല്ലെങ്കിൽ 250 മില്യൺ യൂസേഴ്സ്. ഇവർ പറഞ്ഞത് 300 മില്യൺ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും 6 ബില്യൺ ടോക്കൺസ് നമുക്ക് സപ്ലൈ ആവും. അതിനകത്തൊരു നെഗറ്റീവ് സൈഡൂടെ ഉണ്ട്. 2 എയർ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എയർ ഡ്രോപ്സിൽ നിന്നാണ് ഇപ്പോൾ ഒറ്റയടിക്ക് ഒരു 6 ബില്യൺ ടോക്കൺസ് നമുക്ക് തരുമെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. മേ ബി ഇതിൻ്റെ 50% ആയിരിക്കും തരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് എ ഹ്യൂജ് നമ്പർ ഓഫ് കോയിൻസ്, ഹാംസ്റ്റർ ടോക്കൺസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്കിതിനകത്ത് ഒരു ഹ്യൂജ് കോയിൻസ് നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ടായിരിക്കും. 6 ബില്യൻ്റെ പകുതി 3 മില്യൺ, 50% ഇപ്പോൾ തരുന്നതാണെന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ 300 മില്യൺ യൂസേഴ്സിലേക്കാണെന്നുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും നല്ലൊരു എയർ ഡ്രോപ്പ് കിട്ടും. സോ അതുകൊണ്ടാണ് തോന്നുന്നത് അവരത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഹാംസ്റ്റർ എയർ ഡ്രോപ്പ് വിൽ ബി ദ ലാർജസ്റ്റ് എയർ ഡ്രോപ്പ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്രിപ്റ്റോ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഇവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് സീസൺ 2നെ കുറിച്ച്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ളൊരു കാര്യം, നിങ്ങളുടെ ഒപ്പീനിയൻ ഈ കമൻറ്റ് സെക്ഷനിൽ ഈ വീഡിയോ കാണുന്നതൊന്ന് ഷെയർ ചെയ്യണം. അതായത് ഇവർ സീസൺ 2നെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാണ്ട് സീസൺ 2ലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലോപ്പ് ആവും. സോ ഓൾറെഡി ഇവർ പറയുന്നുണ്ട് ഹാംസ്റ്റർ കോമ്പാക്ട് ഇതിൻ്റെ എയർ ഡ്രോപ്പ് വിൽ ബി ലാർജസ്റ്റ് എയർ ഡ്രോപ്പ് ഇൻ ദ ക്രിപ്റ്റോ. സോ വി ക്യാൻ എക്സ്പെക്ട് സംതിങ് മോർ ഫ്രം ദിസ്. അതായത് സീസൺ 1 നമുക്കൊരു ഹ്യൂജ് എയർ ഡ്രോപ്പ് കിട്ടി ഇപ്പോൾ ഉള്ള പ്ലേയേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂസേഴ്സിന് ഇവർക്ക് പോകും. സോ എന്താണേലും കിട്ടുമ്പം നല്ലൊരു എയർ ഡ്രോപ്പ് കിട്ടാനാണ് ഇതിനകത്ത് പോസിബിലിറ്റീസ് കൂടുതൽ. സോ എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവരിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഈ ഒരു 11 പേജസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നിങ്ങൾ ഇത്രയും നാളും കളിച്ചു, ഇനിയിപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോടൊക്കെ വരുന്നുള്ളൂ. അതിൽ നിങ്ങളൊന്ന് ആക്റ്റീവായിട്ടിരിക്കുക. സോ നിങ്ങൾ മാക്സിമം ഇതിൻ്റെ എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യാൻ നോക്കുക. കാരണം ഇവർ തന്നെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ലാർജസ്റ്റ് എയർ ഡ്രോപ്പാണ്. പിന്നെ മാക്സിമം ഈ കിട്ടാൻ പോകുന്ന കോയിൻസ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുക. ഒറ്റയടിക്കല്ല അവിടെ സെല്ല് ചെയ്യൽ, ഹോൾഡ് ചെയ്യുക. ഒരു 50% മാത്രം നിങ്ങൾ സെല്ല് ചെയ്യാവുള്ളൂ, 50% ഹോൾഡ് ചെയ്യുക. കാരണം ഇതിൻ്റെ വാല്യൂ കൂടുകയോ കുറയുമോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സീസൺ 2 കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിപ്പം ഹിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ ഗ്രേറ്റർ പ്രൈസിന് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്.